സോ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നു. കുറച്ച് MCQ, കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പൊ നിങ്ങളെല്ലാം ഭയങ്കര കട്ടപ്പെടുത്താന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ നോക്കണം, നോക്കിയിട്ടേ പോകാവുള്ളൂ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ലൈക്ക് ഒരു ഇക്വേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് ലൈക്ക് അതിൽ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ CN വരുമ്പോ ഓക്കെ അതിലെന്താ, ഓക്കെ ഇന്റർചേഞ്ചിങ് ആണോ നടക്കുന്നത്. ഒരു ആൽക്കലി ഇടുമ്പോ എന്തായിട്ട് അത് ആക്ട് ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ ആണെങ്കിൽ എന്താ, അല്ല ഡീഹൈഡ്രേഷൻ ഏജന്റ് അല്ലെങ്കിൽ ഒരു ആസിഡ് സാധനമൊക്കെ വരുമ്പോൾ വെള്ളം ഒന്നെങ്കിൽ കളയുക, അല്ലെങ്കിൽ HCl ഒന്നെങ്കിൽ കളയുക. നമ്മൾ എന്തെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ കിട്ടുന്ന ആ രണ്ട് കോമ്പൗണ്ട്സിൽ നിന്ന് കളഞ്ഞു നോക്കുക, വെള്ളം കളഞ്ഞു നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പൗണ്ട്സ് കളഞ്ഞു നോക്കുക, ഒന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് കോമ്പൗണ്ട്സ് കിട്ടും. അപ്പം ഓരോന്നിന്റെ റിയാക്ടൻസും റിയേജൻസും ഒക്കെ വെച്ചിട്ട് വരും ആ റിയാക്ഷൻ എങ്ങനെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓർഗാനിക് ശരിക്കും നമ്മൾ ആ ഒരു വൃത്തിക്ക് എന്താണ് ആ ഒരു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നടത്തിയ ഓർഗാനിക് ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി ചെയ്യാൻ. അതായത് ഈ കാണാപ്പാഠം പഠിച്ച് എഴുതേണ്ട ഒരു കാര്യമല്ല, നമ്മളത് മനസ്സിലാക്കി ആ ഒരു ഫ്ലോയിൽ പോകേണ്ട കാര്യം. ഓക്കെ, നമുക്ക് ബാക്ക് ടു വേഗം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനി ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലീസ്റ്റ് ബേസിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ലീസ്റ്റ് ബേസിക്? അപ്പൊ ഒരു കാര്യം ഓർക്കുക, NH3 എന്ന് പറയുന്ന സാധനം തന്നെ ബേസിക്കാ. അതിൻ്റെ കൂടെ കുറെ നമ്മുടെ 6 ഗ്രൂപ്പ് മിത്താൾ ലിതാൾ ആ ഗ്രൂപ്പും കൂടെ വന്ന ഈ ബേസിസിറ്റി ഭയങ്കരമായിട്ട് കൂടും. കണ്ടോ, ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ടു മെത്താൾ ഗ്രൂപ്പ്സ് പ്ലസ് ഐ എഫക്റ്റ് അത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. അങ്ങനെ ആ ഒരു ബേസിസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. NH3 എന്ന് വെച്ചാൽ നോ ആൽക്കലി ഗ്രൂപ്പ് ഗുഡ് സോൾട്ട്, അതായത് അതും ഒരു നല്ലൊരു ബേസിക് സാധനമാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു അനലിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബെൻസീന്റെ കൂടെ NH2 കൂട്ടുന്നതാണ് എന്ത്, NH2 വരുന്നതാണ് എന്ത്, അനലിൻ. അനലിൻ വരുന്ന വെച്ചാൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ ഡീലോക്കലൈസ് ചെയ്യും. അത് ബെൻസീൻ റിംഗ് എന്ന് പറയാൻ ഭയങ്കരമായിട്ട് എന്താ ഇലക്ട്രോൺസിനെ എങ്ങനെ വലിക്കും അത്. അതായത് ഓൾറെഡി അതൊരു ബെൻസീൻ റിംഗ് ഒരു സൈക്ലിക് ഫോം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ലൈക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് ആ NH2 വലിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഡീലോക്കലൈസേഷൻ ഒക്കെ നടക്കും. അപ്പം ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി കുറയുക ചെയ്യുന്നത്. അപ്പൊ ഇത് ബേസിക് അല്ല. ഐ തിങ്ക് അനലിൻ ലീസ്റ്റ് ബേസിക് ആണ്. പിന്നെ ട്രൈ മിഥൈൽ പ്ലസ് ഐ എഫക്റ്റ് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക. 3 ബൾക്കി മിഥൈൽ ഗ്രൂപ്പ് നൈട്രജന് ചുറ്റും വരുക. അപ്പൊ അതും ഭയങ്കര ലീസ്റ്റ് ബേസിക് സാധനമാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും ബേസിക്? അനലിൻ അല്ലെ അല്ല സോറി, ഏറ്റവും ബേസിക് അല്ല, ഏറ്റവും ലീസ്റ്റ് ബേസിക് അനലിന. ബാക്കി ബേസിസിറ്റി എന്ന് വെച്ചാൽ ഈ നമ്മുടെ CH3 CH2 അങ്ങനത്തെ സംഭവങ്ങൾ, അതായത് ആറെന്ന് വെച്ചാൽ മിഥൈൽ ഇതായിൽ, അതായത് CH3 അത് CnH2n അങ്ങനത്തെ, അതായത് നമ്മുടെ ആ ഒരു കോമ്പൗണ്ട്സ് എല്ലാം ഹൈഡ്രോ കാർബണിന്റെ കോമ്പൗണ്ട്സ് നമ്മുടെ ആ ഒരു എന്നിന്റെ ഗ്രൂപ്പിൽ വരുവാണെങ്കിൽ ബേസിസിറ്റി കൂടും. അഥവാ ഈ ഒരു നമ്മളിപ്പോ രണ്ട് ഫിനൈൽ ഗ്രൂപ്പിന്റെ നടുക്ക് ഒരു NH2 ആണെങ്കിൽ അതിന്റെ ബേസിസിറ്റി ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, സോ അത് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അറിയാലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. MnO4ഉം Cr2O7 2 - ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ MnO4- പ്ലസ് 5NO2 പ്ലസ് 6H+ എന്ന് പറഞ്ഞ അസിഡിക് മീഡിയത്തിൽ എന്താ സംഭവിക്കുന്നത്? അതായത് MnO4- ഇത് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ഒന്നെങ്കിൽ റിഡക്ഷനും നടക്കും, ഓക്സിഡേഷൻ അല്ലെ, സൈമൾട്ടേനിയസ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ അല്ലെ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ MnO4- അസിഡിക് മീഡിയത്തിൽ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് Mn2+ ആയിട്ട് റെഡ്യൂസ് ആവും. പക്ഷെ NO2- ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് എന്താവും NO3-. അപ്പൊ ഒറ്റ കാര്യം ഓർത്താൽ മതി, MnO4- അസിഡിക് മീഡിയത്തിൽ ഓ Mn2+ ആയിട്ട് മാറും അതിന്റെ ഓക്സിഡൈസിന്. അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിനും ബാലൻസി നോക്കിയാൽ മതി. ബാലൻസി നോക്കാനൊക്കെ അറിയാലോ, ബാലൻസി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ബാലൻസിക്ക് ഒരു ചേഞ്ച് വരാം, അത് റെഡ്യൂസ് ആയിട്ട് മാറും. പിന്നെ NO2- എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും, NO2- എന്ന് പറയുമ്പോഴത്തേക്കും അത് NO3- ആവും. ഓക്കെ, അപ്പൊ MnO4- Mn2+ ആവും, NO2- NO3- ആവും. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോൾ NO4- പ്ലസ് എന്താ 8H+ പ്ലസ് 5 ഇലക്ട്രോൺ ഈക്വൽ ഇതെന്ത് വരും,
Mn2++ എന്ത് വരും 4 ഇലക്ട്രോൺ എന്ന് വരും. ഇതിന്റെ കൂടെ 5 ഇലക്ട്രോൺ കൂട്ടുമ്പോഴത്തേക്കും ഇത് 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അതായത് വാലൻസി 2 ആവും. Mn-ന്റെ വാലൻസി ഇവിടെ 2 ആണ്, ഇവിടെ Mn-ന്റെ വാലൻസി 7 ആണ്. 7 അല്ലേ? ആ 7 ആണ്. Mn-ന്റെ വാലൻസി 7 ആവും. എങ്ങനെ വാലൻസി കണ്ടുപിടിക്കുന്നത് ഞാൻ? അതായത് ഓക്സിജൻ അതിന്റെ ക്ലാസ് ഞാൻ വേറൊരെണ്ണം എടുക്കാം. കാരണം ഇത് ഈ റിഡോക്സ് റിയാക്ഷൻ കുറെ ഉണ്ട്. പറഞ്ഞു തരാൻ പോയ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അത് വേണ്ട. ഇപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഇതിൽ 5 ഇലക്ട്രോൺസ് ഇവിടെ വരും, മറ്റേത് ഈ ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. സോ ബൈ ഹാർട്ടിങ് ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു റിയാക്ഷൻ മനസ്സിലാക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ രണ്ടിന്റെ ഇലക്ട്രോൺ ഇത് കറക്റ്റ് ആക്കാൻ നോക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ 2Mn ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2Mn2++ 5NO3. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിന്റെയും അല്ലെങ്കിൽ Mn+ എത്രണ്ണം ഉണ്ട്, N എത്രണ്ണം ഉണ്ട് എല്ലാം നോക്കണം കേട്ടോ. സോഷ്യോമെട്രിക് കോയിഫിഷ്യന്റ് രണ്ടിന്റെയും സെയിം ആണോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. എപ്പോഴും ബാലൻസ് ചെയ്തിരിക്കണം. വിത്തൗട്ട് ബാലൻസിങ് ദ ഇക്വേഷൻ നമ്മുടെ ആൻസർ അവർ കട്ട് ചെയ്തിട്ട് വെക്കും. സോ അതും ശ്രദ്ധിക്കണം. പിന്നെ IUPAC ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓക്കെ, ഇനി Cr2O7+4H++6 ഇലക്ട്രോൺ. ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ H+ൽ എന്ത് ചേഞ്ച് ആവും? ഇവിടെയും എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ പോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ Cr എന്ന് പറയുന്നത് എന്താവും? ഓക്സിഡൈസ് ആണോ റെഡ്യൂസ് ആണോ ചെയ്യുന്നത്? Cr2+, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആവും. എന്നിട്ട് അത് റെഡ്യൂസ് ആവും, Cr3+ ആയിട്ട് മാറും. അതിന്റെ വാലൻസിക്ക് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഇതിലിപ്പോ LHSും RHSും നോക്കുമ്പോൾ രണ്ടിന്റെയും വാലൻസി സെയിം അല്ല ഡിഫറെന്റ് ആ. Cr-ന്റെ വാലൻസി LHSൽ ഒന്നായിരിക്കും, RHSൽ വേറൊന്നായിരിക്കും. സോ ഇതും നിങ്ങൾ പഠിക്കുക, വൃത്തിക്ക് പഠിക്കുക. റിഡോക്സ് റിയാക്ഷന്റെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ അത് ലൈക് ഫ്ലുവന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോ ഞാൻ വേഗം പോവാ, നമുക്ക് വേഗം തന്നെ കുറെ ക്വസ്റ്റ്യൻസും കൂടി കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തൽക്കാലം ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് IUPAC നെയിം ഫോർ ദിസ് ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ IUPAC നെയിം നമ്മൾ നോക്കണം. അപ്പൊ ഇതിന്റെ നെയിമിംഗ് കോൺഫിഗറേഷൻസ് എങ്ങനെ വരുന്നു നോക്കാം. അപ്പൊ ഇത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫിനൈൽ ഗ്രൂപ്പ്, അതായത് ഫിനൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീന്റെ കൂടെ ഒരു CH3 അല്ലെങ്കിൽ CH2 അതൊക്കെ വരുന്നതാണ്. അല്ലെങ്കിൽ ബെൻസീന്റെ കൂടെ ഒരു വര ഇങ്ങനെ ഒരു മേളിൽ ഇങ്ങനെ ഒരു വര ഉണ്ടെങ്കിൽ അതിനെയാണ് ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇവിടെ എന്നാ കിടക്കുന്നത്? എന്നിന് രണ്ടെണ്ണം ഉണ്ട്, CH3 ഉണ്ട്, CH2C. അപ്പൊ ഇതിന് മെയിൻ ഗ്രൂപ്പ് ഒരു പേരന്റ് ഗ്രൂപ്പ് നമ്മൾ എടുക്കും. പേരന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പേരന്റ് ഗ്രൂപ്പ്, ഇതല്ല, ഇതാണ് പേരന്റ് ഗ്രൂപ്പ്. പിന്നെ അത് കഴിഞ്ഞ് ഇതും ഇതും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒരു IUPAC നെയിമിംഗ് ഫോമാറ്റ് ഉണ്ട്. ആ രീതിയിൽ, അതായത് ആദ്യം നമ്മൾ പേരന്റ് ചെയിൻ കണ്ടുപിടിക്കണം. ഇവർ മനസ്സിലായി, നൈട്രജൻ ടു ഇഥൈൽ ഗ്രൂപ്പാണ് പേരന്റ് ആയിട്ടുള്ള ഇത്. ഇഥൈൽ എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് പേരന്റ് ചെയിൻ ആണ്. മിഥൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്, ഇതും സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. അതുകൊണ്ട് കണ്ടോ N ഇൻഡിക്കേറ്റ് എന്നാ, അതായത് നൈട്രജന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയാണ് എന്ത് പറയുന്നത്? N എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം N മിഥൈൽ അനിലിൻ. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ബെൻസീന്റെ കൂടെ എന്നിന്റെ സംഭവമല്ലേ ഉള്ളത്. CH3 ആണെങ്കിൽ നമ്മൾ ഫിനൈൽ എന്ന് പറയും. ബെൻസീന്റെ കൂടെ എന്നും അല്ല NH2 അങ്ങനത്തെയാണ് അനലിൻ എന്ന് പറയും. ഇവിടെ എന്നിന്റെ കൂടെ തന്നെ തൊട്ടടുത്ത് എന്നുള്ള മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇഥൈൽ. അതുകൊണ്ടാണ് N-ഇഥൈൽ അനലിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതെന്താ സംഭവിക്കുന്നത്? ഓക്കെ, C6H5 അതിന്റെ കൂടെ മുകളിൽ ഒരു NO2 ഉണ്ട്. അത് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി? പിന്നെ അത് കഴിഞ്ഞ് ആ റിയാക്ഷൻ Br2H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇതൊരു ആസിഡ് ആണ്. അപ്പൊ സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് റിയാക്ട് ചെയ്ത് NO2നെ എന്താക്കി മാറ്റും? NH2 ആക്കും, നമ്മുടെ അനിലിനെ ആക്കി മാറ്റും. എന്നിട്ട് ആ NH2നെ Br2 എന്ന് വെച്ചാൽ ബ്രോമിനേഷൻ ഇല്ലേ, ബ്രോമിനേഷൻ ഇവിടെ നടക്കുന്നത്. ഞാൻ അതിന്റെ കറക്റ്റ് ഫോമാറ്റ് കാണിച്ചു തരാവേ. ഓക്കെ, കണ്ടോ? ഇത് ഭയങ്കര സിമ്പിൾ. നമ്മൾ വിചാരിക്കും അയ്യോ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തെങ്കിലും റിയാക്ടൻസ്, ഇപ്പൊ ബെൻസീന് മേളിൽ കിടക്കുന്ന റിയാക്ടൻസ് വരുന്ന സമയത്ത് ഒരിക്കലും വേറൊന്നും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവില്ല. ആ മേളത്തെ സംഭവത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ മതി. C6H5NO2 SnHCl A. C6H5NO2 ഇസ് എ നൈട്രോ ബെൻസീൻ ആണ്. ആ ബെൻസിൻ ഒരു ക്ലാസിക് റെഡ്യൂസിങ് ഏജന്റുമായിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നൈട്രോ ഗ്രൂപ്പ്സ് എന്തായിട്ട് മാറും? അമിനോ ഗ്രൂപ്പ്സ് ആയിട്ട് മാറും. മനസ്സിലായോ? അത് NH2 ഗ്രൂപ്പ്സ് ആയിട്ട് മാറും.
അങ്ങനെ നമുക്ക് അനലിൻ കിട്ടും. അനലിൻ ബ്രോമിൻ വാട്ടറുമായിട്ട് വരുമ്പോഴത്തേക്കും അതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടക്കും. എന്നിട്ട് റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ബ്രോമിൻ വാട്ടർ ഇറ്റ് അണ്ടർഗോസ് ട്രൈബ്രോമിനേഷൻ അറ്റ് ദ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. അതുകൊണ്ട് 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. അനിലിൻ അവിടെ ഉണ്ട്. പിന്നെ ഓർത്തോയിലും പാരയിലും BR കണക്ട് ചെയ്യും കേട്ടോ. അപ്പൊ അതാണ് സംഭവം. ഇനി നമുക്ക് അടുത്തതും നമ്മുടെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്ക് വന്നിട്ടുണ്ട്. KMnO4 ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. KMnO4 ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? KMnO4 തേർമൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോഴത്തേക്കും അത് പൊട്ടാസ്യം മാഗ്നേറ്റ് ആവും, പിന്നെ മാഗ്നീസ് ഡയോക്സൈഡ് ആവും, ഓക്സിജൻ ഗ്യാസ് ആവും. ഇതിന് ട്രിക്ക് ഒന്നുമില്ല, പഠിക്കുക. ഓക്കെ, KMnO4 ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും K2 K2MnO4 MnO2 + O2 ഒരു 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയാൽ പഠിക്കും. എല്ലാം എഴുതി 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 പഠിക്കണം കേട്ടോ. നമുക്കിനി ആകെ 2-3 ദിവസം കൂടി ഉള്ളൂ. സോ നമ്മൾ നമ്മുടെ മാക്സിമം കഷ്ടപ്പെട്ട റിസൾട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സോ അപ്പൊ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മളിപ്പോ അങ്ങനെ കുറെ എല്ലാം പഠിക്കാനൊരു സമയവും അതൊന്നും സാഹചര്യവും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും നമ്മൾ വൃത്തിക്ക് പഠി. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിനൊക്കെ തന്നെ 1-2 മാർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ലൈക്ക് ചുമ്മാ ഇപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആക്കി തന്നെ 1 മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങളിപ്പോ റീസണിങ്ങോ വേറെ എന്തെങ്കിലും എഴുതാൻ പോയാൽ ലൈക്ക് നമുക്ക് അറിയത്തില്ല ആ റീസണിങ് നമ്മൾ എഴുതുന്നത് ശരിയാണോ അല്ലയോ എന്ന്. പക്ഷെ ഇപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ 1 മാർക്ക് കറക്റ്റ് ഫുള്ളി കിട്ടും നമുക്ക്. ചിലപ്പോൾ ഇതിന് 1.5 വെച്ചും അവർ തരാറ്. 2MnO4- ഇത് രണ്ടും MnO4- ഉണ്ട്, C2O4 2- ഉണ്ട്. അതെല്ലാം ആസിഡിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ 2 റിയാക്ഷൻ ആയിട്ട് കണ്ടത് ഇവർ ഒറ്റ റിയാക്ഷൻ ആക്കി കണ്ടോ. ഇത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ MnO4-, അതായത് ഇത് ചെയ്യുമ്പോഴത്തേക്കും Mn2+4H2O. ഇനി C2O4- പറഞ്ഞായിരുന്നു ഓക്സിഡേഷൻ റിയാക്ഷൻ ആകുമ്പോഴത്തേക്കും 2CO2+2 എന്നിട്ട് അതിനെ ലൈക്ക് എല്ലാത്തിനും ഇലക്ട്രോൺസിനെ സെയിം ആക്കാൻ നോക്കണം. എന്നിട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല തറവായിരിക്കണം. ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് ഇത് ഒരിക്കലും ഇനിയിപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് കുറെ റിസോഴ്സസ് കണ്ടുപിടിക്കുന്നതാ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ PDF ഒക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. മാക്സിമം നിങ്ങളിപ്പോ ഇതെല്ലാം നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും വീഡിയോ ഓർഗാനിക് ആണ് എല്ലാരെയും കിടന്ന് മീൻസ് കുലിക്കുകയെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഓർഗാനിക്കിൽ നിന്നുമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യത കൂടുതലും ഓർഗാനിക്കിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് മാക്സിമം പ്രാർത്ഥിക്കാം നമ്മൾ പഠിച്ചതൊക്കെ വരാനും ഒക്കെ കേട്ടോ. അപ്പം ബൈ ബൈ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയുക കമന്റില്. അപ്പം ബൈ ബൈ, സീ യു.